തൊഴിലുറപ്പ് ജോലിക്ക് പോയി മിച്ചം പിടിച്ച കാശിൽ നിന്നും 25ഓളം വനിതകൾ ആദ്യമായി വിമാനയാത്രക്കൊരുങ്ങുന്നു. സ്കൂൾ ബാച്ചും റെസിഡന്റ് അസോസിയേഷനും തുടങ്ങി സകലരും വിനോദയാത്രകൾ നടത്തുന്ന ഇക്കാലത്ത് തങ്ങളുടെ ആദ്യ വിമാനയാത്രക്കൊരുങ്ങുകയാണ് കോഴിക്കോട് തിരുവമ്പാട് പഞ്ചായത്തുള്ള പൊന്നങ്കയത്തുള്ള ഒരു കൂട്ടം പെൺപട. തൊഴിലുറപ്പ് ജോലിക്ക് പോയി കിട്ടുന്ന കാശിൽ നിന്നും മിച്ചം പിടിച്ചാണ് 25ഓളം വരുന്ന ഈ സ്ത്രീ കൂട്ടായ്മ കരിപ്പൂരിൽ നിന്ന് കൊച്ചിയിലേക്ക് തങ്ങളുടെ ആദ്യത്തെ വിമാനയാത്രയ്ക്ക് തയ്യാറെടുക്കുന്നത്. പൊന്നാങ്കയത്തെ 70 വയസ്സായ ജാനകിയും ശാന്തയുമടക്കം 25 പേരടങ്ങുന്ന വനിതാ സംഘമാണ് ആദ്യമായി ആകാശയാത്രക്ക് ഒരുങ്ങുന്നത്. പേടിയുണ്ട് മനസ്സിൽ. പോയവരോടൊക്കെ ഞാൻ ചോദിച്ചു പേടിയുണ്ടോ പൊങ്ങുമ്പോന്ന്. അവരോടൊക്കെ ചോദിച്ചപ്പോ അവര് പറഞ്ഞു പേടിക്കാനൊന്നും ഇല്ലാന്ന് പറഞ്ഞു. അതുകൊണ്ട് ഒരു സമാധാനമുണ്ട്. തൊഴിലുറപ്പ് ജോലിയിൽ നിന്നും കിട്ടുന്ന കാശിൽ നിന്നും മിച്ചം വെച്ച് സ്വരുക്കൂട്ടിയ പണം കൊണ്ടാണ് യാത്ര പോകുന്നത്. ഈ മാസം 28-ന് രാവിലെ 9 മണിക്ക് കരിപ്പൂർ വിമാനത്താവളത്തിൽ നിന്നും കൊച്ചി നെടുമ്പാശ്ശേരിയിലേക്കാണ് യാത്ര. ഏതാണ്ട് 6000-ഓളം രൂപയാണ് ഒരാളുടെ യാത്രാ ചെലവ്. ആദ്യ വിമാനയാത്രയുടെ ത്രില്ലിനൊപ്പം യാത്രക്ക് വീട്ടുകാരുടെ പൂർണ്ണ പിന്തുണ കൂടി ലഭിച്ചതിന്റെ ആഹ്ലാദത്തിലാണ് ഇവർ. സ്വപ്നത്തിലാണ് ഞങ്ങൾ എല്ലാവരും. ആഗ്രഹം ഉണ്ടായിരുന്നു, വീട്ടിൽ സമ്മതിക്കുമെന്ന് അറിയത്തില്ലായിരുന്നു. ചേട്ടന്റെ നിർബന്ധത്തിനും പിന്നെ മക്കളും സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ്. പൊന്നാങ്കയം വാർഡിലെ 5ഓളം കുടുംബശ്രീയിലെ അംഗങ്ങളാണ് യാത്ര പോകുന്നത്. എല്ലാ വർഷവും കുടുംബശ്രീയിൽ നിന്നും വിനോദയാത്രകൾ പോകാറുണ്ടെങ്കിലും 2 വർഷം മുമ്പ് കുടുംബശ്രീ കോർഡിനേറ്റർ ഷീബയുടെ മനസ്സിലാണ് വിമാനയാത്ര എന്ന ആശയം ഉദിച്ചത്. സഹപ്രവർത്തകരോട് ആഗ്രഹം പറഞ്ഞപ്പോൾ താല്പര്യം കാണിച്ച 25 പേരുമായി പോകാൻ തീരുമാനിക്കുകയായിരുന്നു. നടക്കുമെന്ന് അറിയില്ലായിരുന്നു, എങ്കിലും ഞങ്ങൾ കുറച്ചുപേര് മുൻകൈ എടുത്ത് ഇങ്ങനെ ചോദിച്ചെല്ലാവരോടും. പല കുടുംബശ്രീയിലും തൊഴിലുറപ്പിലും ഉള്ളവരാ. അപ്പൊ എല്ലാവർക്കും പോരാൻ താല്പര്യമാണ്. ഇനിയും ആൾക്കാരുണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾ ടിക്കറ്റ് ഓക്കെ ആയതുകൊണ്ട് അവിടെ നിർത്തിവെച്ചതാണ്. നെടുമ്പാശ്ശേരിയിൽ വിമാനം ഇറങ്ങിയതിനു ശേഷം കൊച്ചി മെട്രോയും ലുലു മാളും ഫോർട്ട് കൊച്ചിയുമെല്ലാം സന്ദർശിച്ച ശേഷമായിരിക്കും ഇവരുടെ മടക്കയാത്ര. കൈരളി ന്യൂസ്, കോഴിക്കോട്.